ഹായ് ഹലോ കൂട്ടുകാരെ, സ്വാതന്ത്ര്യം 2-ന്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ് ആകാശ് ആര്യനോട്. അച്ഛൻ്റെ സ്വഭാവം വളരെ മോശമായെന്നും അച്ഛനോട് ഒട്ടും ചേർന്ന് യോജിച്ച് പോകാൻ സാധിക്കുകയില്ല എന്നും ആര്യനോട് ആകാശ് പറയുന്നു. പക്ഷേ ആര്യൻ പറയുകയാണ്, അച്ഛൻ്റെ സ്വഭാവം പണ്ടേ ഇങ്ങനെ തന്നെയാണ്, അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന്. നീയും ഇപ്പോൾ അച്ഛൻ്റെ സൈഡിലായോ എന്ന് ആര്യനോട് ആകാശ് ചോദിക്കുന്നു. അപ്പോൾ ആര്യൻ പറയുകയാണ്, ഞാൻ അച്ഛൻ്റെ സൈഡിലൊന്നുമല്ല, ഞാൻ അച്ഛന് ആവശ്യത്തിൽ കവിഞ്ഞുള്ള ബഹുമാനം നൽകാറുമില്ല. ആനന്ദേട്ടനും ആകാശേട്ടനും അച്ഛൻ വരുന്നെന്ന് കേട്ടാൽ തന്നെ ചാടി എണീക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. കൂടാതെ അച്ഛൻ പറയുന്നതിൽ എനിക്കെന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. ഈ സമയത്ത് ധർമ്മനും അങ്ങോട്ട് വരുന്നുണ്ട്. ധർമ്മനും ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിനുശേഷം ധർമ്മൻ ചോദിക്കുന്നു, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെന്താടാ നിങ്ങളുടെ മുറിയിൽ പോയി കിടക്കാത്തത്? എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് ടെറസിലാണോ വന്ന് കിടക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഗോമതി ചേച്ചിക്കും ഇവിടെ കുറച്ച് കളിക്കാനും ചിരിക്കാനും മക്കൾ കൂടി വേണം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുറിയിൽ പോയി കിടക്കാൻ പറയുന്നു. അപ്പോൾ ആകാശ് ചോദിക്കുകയാണ്, മക്കളെന്തിനാ? മക്കളും കൂടെ വന്നിട്ട് ആ മക്കളെയും കൂടെ ബാലേട്ടന് വഴക്ക് പറയാനാണോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമല്ല, കഴിഞ്ഞ ഹണിമൂണിൻ്റെ പ്രശ്നത്തെക്കുറിച്ചെല്ലാം ഞാൻ ഗോമതി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ധർമ്മജൻ പറയുകയും ചെയ്യുന്നു. പിന്നീട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്ന ബാലനെയും കുടുംബാംഗങ്ങളെയുമാണ് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോൾ തന്നെ ബാലൻ ആര്യനെ ഉപദേശിക്കുകയാണ്, നീ എല്ലാ ദിവസവും രാത്രി വൈകി വരുന്നത് ഇവിടെ നടക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ മിത്ര പറയുന്നു, അല്ല അച്ഛാ, ഇന്നലെ ആര്യൻ വൈകിയല്ല വന്നത്, നേരത്തെയാണ് വന്നതെന്ന്. അത് കേട്ട് ദേവി പറയുകയാണ്, ആര്യൻ നേരത്തെ വന്നിട്ടാണ് മിത്ര രാത്രിയും അവിടെ ആര്യന് വാതിൽ തുറക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവിക്ക് നല്ല അടി വെച്ച് കൊടുക്കാനാണ് തോന്നുന്നത്. പിന്നീട് ഹണിമൂണിൻ്റെ കാര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മിത്രയുടെ ഫോണിലേക്ക് മിഥുൻ്റെ വീഡിയോ കോൾ വരുന്നു. ഈ വീഡിയോ കോൾ കണ്ടപ്പോൾ തന്നെ മിത്രയുടെ കൈയും കാലും വിറച്ചു. ഇക്കാര്യങ്ങളെല്ലാം ശ്രീദേവി നോട്ട് ചെയ്യുന്നുണ്ട്. മിത്ര പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് എനിക്ക് ആഹാരം മതി എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് ഓഫീസിൽ പോകാൻ ഇറങ്ങിയ മീനാക്ഷിയെയും മിത്രയെയുമാണ് കാണിക്കുന്നത്. മിത്ര ആകെ ടെൻഷനിലായി നിൽക്കുന്നത് കണ്ട് മീനാക്ഷി കാര്യം ചോദിക്കുന്നു. മിത്ര ഈ കാര്യങ്ങളെല്ലാം മീനാക്ഷിയോട് പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയുമാണ്. അതേസമയം ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിൽ ടെൻഷനാകുന്ന സ്വഭാവമാണ് മീനാക്ഷിക്കുള്ളത്. അതുകൊണ്ട് മീനാക്ഷിയെ അറിയിക്കേണ്ടെന്ന് കരുതി എല്ലാ കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കുകയാണ് മിത്ര. അതിനുശേഷം ഇവർ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഗോമതി അമ്പലത്തിലേക്കും പോകുന്നു. പിന്നീട് ദേവമംഗലത്തിൻ്റെ മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. ആ കാറിൽ നിന്നും കുറച്ച് ആൾക്കാർ ഇറങ്ങി കൃഷ്ണമംഗലത്തിലേക്ക് പോകുന്നു. അവിടെ അലോകിൻ്റെ കല്യാണം ഉറപ്പിച്ച പെണ്ണിൻ്റെ വീട്ടുകാരാണ് വന്നിരിക്കുന്നത്. കാറ് കൊണ്ടിട്ടിരിക്കുന്നത് ദേവി കാണുന്നു. ബാലച്ചന് ബൈക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ കാറ് കൊണ്ടിട്ടതുകൊണ്ട് കാറുകാരുടെ കാര്യങ്ങൾ ചോദിക്കണമെന്ന് ദേവി ഉറപ്പിക്കുകയും ചെയ്യുന്നു. കൃഷ്ണമംഗലത്തെത്തിയ അലോകിൻ്റെ വിവാഹ ആൾക്കാർ മിത്രയുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നു. മിത്ര ഇവിടെ നിന്നും വേറൊരു പയ്യനുമായി ഒളിച്ചോടി പോയതാണെന്നും അതുകൊണ്ട് വീടിലോ സ്വത്തിലോ മിത്രയ്ക്ക് യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല എന്നും കൃഷ്ണമംഗലത്തുകാർ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നന്ദിതയുടെയും അമ്മുമ്മയുടെയും മുത്തശ്ശിയുടെയും മുഖം വാടുകയും ചെയ്യുന്നു. അതിനുശേഷം കൃഷ്ണമംഗലത്തു നിന്ന് വന്ന അലോകിൻ്റെ പെണ്ണ് വീട്ടുകാർ കാർ എടുക്കാൻ വന്നപ്പോൾ ദേവി അവരെ ചോദ്യം ചെയ്യുന്നു. ആരോടും ചോദിക്കാതെയും പറയാതെയും കാർ ഇവിടെ കൊണ്ടുപോയത് എന്തിനാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ക്ഷമിക്കണേ പെങ്ങളെ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് അവർ കാർ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അലോക് അങ്ങോട്ട് വരുന്നു. അലോക് പറയുന്നു, ഈ ലോകത്ത് വിവരമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അതിലൊരാളാണിത്, അവരെ മൈൻഡ് ചെയ്യേണ്ട എന്ന് അലോക് പെണ്ണിൻ്റെ വീട്ടുകാരോട് പറയുന്നു. അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് ദേഷ്യം വന്നു. കാറ് മുറ്റത്തേക്ക് ഇട്ടത് കൂടാതെ ഞങ്ങളെ അപമാനിക്കുകയാണോ എന്ന് പറഞ്ഞ് ശ്രീദേവി അവരുമായി വഴക്കുണ്ടാക്കുന്നു. ഈ സമയത്ത് ബാലനും അങ്ങോട്ട് വരികയാണ്. ശ്രീദേവിയെ എല്ലാവരും കൂടി വഴക്ക് പറയുന്നത് കേട്ട് ബാലന് ദേഷ്യം വന്നു. അങ്ങനെ ബാലനും ഈ പ്രശ്നത്തിലേക്ക് ഇടപെടുകയും പ്രശ്നം വളരെ വലിയ രീതിയിൽ വലുതാവുകയും ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ദേവിക്ക് ദേഷ്യം വന്ന് ദേവി ഒരു കമ്പെടുത്തുകൊണ്ട് വന്ന് കാറിൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാനും നോക്കുന്നുണ്ട്. കാറിൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചാൽ നിൻ്റെ കുടുംബം ഞാൻ കുളം തോണ്ടുമെന്ന് അച്യുതൻ ബാലനോട് പറയുന്നു.
കുടുംബം കൊളന്നുകൊണ്ടാ നീ ഇങ്ങ് വാടാ, നിന്നെ ഞാൻ നോക്കി വെച്ചിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ബാലനും അച്യുതനും തമ്മിൽ വഴക്കാവുന്നു. ഇതിനിടയ്ക്ക് ആനന്ദ് ഇറങ്ങി വരുന്നു. ആനന്ദിനെ കണ്ടപ്പോൾ പിന്നെ ആനന്ദിൻ്റെ പേരിൽ വഴക്ക് തുടങ്ങി. ആനന്ദിനെ രക്ഷിക്കാനായിട്ട് ശ്രീദേവി വരുന്നു. ആനന്ദേട്ടനെ എന്തെങ്കിലും പറഞ്ഞാൽ നീയൊക്കെ വിവരം അറിയുമെന്ന് പറയുന്നു. അങ്ങനെ വലിയൊരു വഴക്ക് അവിടെ നടക്കുകയാണ്. പക്ഷേ ധർമ്മനും ആര്യനും ആകാശും മീനാക്ഷിയും ഗോമതിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നീട് വലിയ രീതിയിൽ ആ വഴക്ക് പോയില്ല. ബാലൻ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. ചിലപ്പോൾ അവൻ കല്യാണം വരെ മുടക്കിയേക്കാമെന്ന് അച്യുതൻ പറയുകയും അച്യുതൻ അലോകിനെ അനുനയിപ്പിച്ചുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതിനുശേഷം ബാലൻ കടയിൽ പോകാൻ ഇറങ്ങി. ആനന്ദ് ശ്രീദേവിയോട് പറയുകയാണ്, നീ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു. കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ആണുങ്ങൾ സംസാരിച്ച് തീർത്തോളും. പെണ്ണുങ്ങൾ ഇതുവരെയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല. പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ പ്രശ്നം വലുതാകുമെന്ന് പറയുന്നു. നമുക്ക് പ്രശ്നം ഉണ്ടാക്കാനല്ല നോക്കേണ്ടത്, എല്ലാവരുടെയും സ്നേഹപൂർവ്വമായി പെരുമാറാനാണ് നോക്കേണ്ടത് എന്ന് പറയുന്നു. ഇത് കേട്ട് ശ്രീദേവി പറയുകയാണ്, ഈ പറയുന്ന ആൾ എൻ്റെ കൂടെ സ്നേഹപൂർവ്വമായി പെരുമാറിയിട്ട് എത്ര ദിവസമായി എന്ന് ചോദിക്കുന്നു. അതിനുശേഷം ശ്രീദേവി പറയുന്നു, എൻ്റെ കൂടെ ഒന്ന് സ്നേഹം കാണിക്കാൻ പറയുന്നു. അപ്പോൾ ആനന്ദ് ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു സാഹിത്യം ഇല്ലാത്ത ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് ആനന്ദിനെ ചെറിയ രീതിയിൽ കളിയാക്കുന്നുണ്ട് ശ്രീദേവി. പിന്നീട് ഞാൻ സ്നേഹം കാണിക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി ചാടി ആനന്ദിൻ്റെ മുകളിലേക്ക് കയറുകയും ആനന്ദിനെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. റോഡിൽ വെച്ച് നമ്മൾ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ റോഡിൽ പോണവർ ഇതൊക്കെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് ശ്രീദേവിയെ കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് ഇന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ശ്രീദേവി അമ്മയായ ശ്രീകലയെ വിളിച്ചു പറയുന്നുണ്ട്. കൃഷ്ണമംഗലത്തെയും ദേവമംഗലത്തെയും പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ദിവസവും ഉണ്ടായാൽ മാത്രമേ ഇവർ നമ്മുടെ കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ അവിടെ കഴിഞ്ഞു പോകാൻ പറ്റൂ. അതുകൊണ്ട് കൃഷ്ണമംഗലത്തെയും ദേവമംഗലത്തിൻ്റെയും പ്രശ്നങ്ങൾ നീ ഇടപെട്ട് കുറച്ചും കൂടെ വലുതാക്കണം. അതോടൊപ്പം തന്നെ വീട്ടിനകത്തും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണമെന്നുള്ള ഉപദേശമാണ് ശ്രീദേവിക്ക് നൽകുന്നത്. അതേസമയം ആനന്ദിനോടും ബാലനോടും ഗോമതിയോടും നീ നല്ല രീതിയിൽ പെരുമാറണമെന്നും അവരെല്ലാവരും നിൻ്റെ സൈഡിലാവണമെന്നും അവരെല്ലാവരും നിൻ്റെ സൈഡിൽ എപ്പോഴും ആയിരിക്കണമെന്നും ശ്രീദേവിക്ക് ഉപദേശം കൊടുക്കുന്നു. ഈ സമയത്ത് ശ്രീദേവി മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഗോമതി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നു. ഫോൺ വയ്ക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്ന ശ്രീദേവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.